തൃശൂരിലെ വെടിക്കെട്ട് അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെയാണ് നിയമിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോ അപകടം നടന്നു, വളരെ ദുഃഖകരമായ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു തുടർ നടപടികൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? അല്ല, സാധാരണ കമ്മീഷനെ നിയമിച്ചാല് സർക്കാർ ടേംസ് ഓഫ് റെഫറൻസ് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് കമ്മീഷൻ എൻക്വയറി നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ എൻക്വയറി നടത്തുന്നത്. പക്ഷെ മുഖ്യമായിട്ടും ഒരു ദുരന്തം, വലിയൊരു ദുരന്തം ഉണ്ടായി. ഇനി ഭാവിയിൽ ഇങ്ങനെയൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാണ്ടിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾക്ക് എന്തെല്ലാം ശുപാർശകളായിരിക്കും കമ്മീഷൻ ഉദ്ദേശിക്കുന്നതൊക്കെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു ദുരന്തം ഉണ്ടായാൽ സർക്കാർ അതിന് നഷ്ടപരിഹാരവും എല്ലാം വളരെ സത്വരമായിട്ടെല്ലാം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, അതായത് ഈ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ജനങ്ങളെ ആകർഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചുള്ള ഒരു നടപടിയാണ്. അത് ഇപ്പോൾ കൊല്ലത്ത് വലിയ ദുരന്തം ഉണ്ടായി ഒരിക്കൽ. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകാണ്ടിരിക്കാൻ ഒരു കാരണവശാലും ഇനി ഒരിക്കൽ ഇത് ഉണ്ടാകാണ്ടിരിക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധ. അതിനുവേണ്ടിയായിരിക്കും ഒരുപക്ഷെ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മള് നെന്മാറ, വല്ലങ്ങി എല്ലാം വേലയെല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതിയിലേക്ക് അതിന്റെ വ്യവഹാരം എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു പെർമനന്റ് കോൺക്രീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് മാഗസിൻ വേണം ഇത് സൂക്ഷിക്കാൻ എന്നുള്ളൊരു ആവശ്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ പെസോ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ അപര്യാപ്തമാണ് സംവിധാനങ്ങൾ. ഈ വിഷയങ്ങൾ, അതായത് ഭാവിയിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിൽ ഇത്തരം ശുപാർശകൾ കൂടി കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ല, തീർച്ചയായിട്ടും കമ്മീഷന് സമഗ്രമായിട്ട് എല്ലാത്തിനെ കുറിച്ചും അന്വേഷിക്കും. ഏതെല്ലാം രീതിയിലും എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാണ്ടിരിക്കാൻ, ഇങ്ങനെ ഒരു ദുരന്തം ഇനി ഉണ്ടാകാണ്ടിരിക്കാൻ, അതിനെക്കുറിച്ച് കമ്മീഷൻ അന്വേഷിക്കും. അതിന് വിദഗ്ധരുടെ അഭിപ്രായം എടുക്കും. പ്രത്യേകിച്ച് എക്സ്പ്ലോസീവ് ഡിവൈസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണവര് ഡിപ്പാർട്ട്മെന്റിന്റെ, അതുകൊണ്ട് പോലീസിന്റെ, അതുപോലെ എന്തെല്ലാം നടപടികൾ എടുക്കണം ഇനി ഒരു ദുരന്തം ഉണ്ടാകാണ്ടിരിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ വ്യാപ്തി ഏറ്റവും കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യും എന്നുള്ളതായിരിക്കും കമ്മീഷന്റെ അന്വേഷണം പ്രധാനമായിട്ടും. ഇപ്പോ എന്നാണ് കമ്മീഷൻ ഈ ദുരന്ത സ്ഥലത്ത് എത്തുന്നത്? ആദ്യഘട്ടത്തിലെ അന്വേഷണങ്ങളൊക്കെ എപ്പം മുതൽ കമ്മീഷന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ 2 ദിവസം തിരിച്ച് പോകും കൊച്ചിയിലേക്ക്. എന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ട്രിവാൻഡ്രത്ത് എനിക്ക് ഓഫീസുണ്ട്. ഞാൻ മുന്നോക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ്. അപ്പൊ ചെന്നാൽ ഉടനെ എനിക്ക് ഗവൺമെന്റ് ഓർഡർ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗവൺമെന്റ് ഓർഡർ കിട്ടിയ ഉടനെ ഞാൻ അതിന്റെ കൺസേൺ അതോറിറ്റീസിനെ എല്ലാം കോൺടാക്ട് ചെയ്യും. സംഭവ സ്ഥലത്ത് പോവും, സന്ദർശിക്കും. എന്തെല്ലാമാണ് എൻക്വയറി നടത്താനായിട്ട് ആരെയൊക്കെ കേൾക്കണം, നോട്ടീസ് കൊടുത്ത് അതിന്റെ നടപടികളുണ്ട്. അതെല്ലാം ചെയ്ത് കഴിയുന്ന നേരത്തെ റിപ്പോർട്ട് സത്വരമായിട്ട് നടപടികളെടുക്കും. സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കൊടുക്കും. അതാണ് എന്റെ ഉദ്ദേശം. ഒരു പൂരം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ കൂടി ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ തൃശൂർ പൂരം പോലെ അല്ലെങ്കിൽ വല്ലങ്ങി പോലെ നമ്മൾ ഈ വെടിക്കെട്ട് പ്രധാനമായിട്ടൊരു ആകർഷണമായിട്ടുള്ള ചില ഉത്സവങ്ങളുണ്ട്. മറ്റുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഉത്സവങ്ങളിലോ ഒക്കെ ഭാഗമായിട്ട് ഒരു ആചാരം പോലെ തുടർന്നു വരുമ്പോൾ വെടിക്കെട്ടിന് കൊണ്ട് മാത്രം പേരെടുത്താൽ മതി. ഇവിടേക്ക് ഒരു പെർമനന്റ് ആയിട്ട് ഇത്തരം അപകടങ്ങൾ തടയാനുള്ള ഒരു സൗകര്യം വേണ്ടതല്ലേ? അല്ല, ഞാൻ ഉത്സവം മാത്രമല്ല വെടിക്കെട്ടും എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ വെടിക്കെട്ടിന്റെ ഒരു പാറ്റേൺ മാറ്റുന്ന ഇപ്പൊ ചൈനീസ് പടക്കങ്ങൾ ഞാൻ കണ്ടു, വളരെ ഷോ ഉള്ളതാണ്. അത് കൂടുതലും ശബ്ദമല്ല ഉണ്ടാക്കുന്നത്, എക്സ്പ്ലോസീവ് ഡിവൈസ് കുറവാണ് അതിനകത്ത്. അപ്പൊ എക്സ്പ്ലോഷൻ എത്ര കുറയ്ക്കുക, എത്ര ആഘാതം കുറയ്ക്കുക, എത്ര മനോഹരമാക്കാനൊക്കും, വർണ്ണാഭമാക്കാനൊക്കും വെടിക്കെട്ടെന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പൊ അതിന്റെ സാങ്കേതിക വശം എന്താണെന്നുള്ളതിനെ കുറിച്ചും പരിശോധിക്കും. അതും വിദഗ്ധരുമായി തന്നെ കൂടിയാലോചന. തീർച്ചയായിട്ടും. അപ്പൊ അത് ഇപ്പൊ വിദേശ പടക്കങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചൈനീസ് പടക്കങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കും, അതിനെക്കുറിച്ചെല്ലാം ശുപാർശ ചെയ്യും. പിന്നെ വെടിക്കെട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ അത് ഉത്സവത്തിന്റെ ആഘോഷം എല്ലാം തകർക്കുന്നതാണ്. അത് ജനങ്ങളുടെ ഇടയിൽ പിന്തുണ ഉണ്ടാവുമോ, സർക്കാർ അംഗീകരിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തൃശൂരിൽ നടന്ന അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ്. എല്ലാ വശങ്ങളും അന്വേഷിക്കും. ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അത്തരം ശുപാർശകളും കൂടി സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണുപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.